അച്ഛൻ പറഞ്ഞ കഥകളുടെ 17-ാം ഭാഗം പറയുന്നത് സാൻഡ്യയും ഡെവിളും എന്ന കഥയാണ്. AD 300-കളിലാണ് ഈ കഥ നടക്കുന്നത്. തുർക്കിയിലെ പട്ടാറ എന്ന പ്രദേശത്ത് ഒരു ആട്ടിടയൻ ജീവിച്ചിരുന്നു. ആട്ടിടയന് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. ദരിദ്ര കുടുംബാംഗമായിരുന്നതിനാൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ആട്ടിടയൻ തൻ്റെ കുടുംബത്തെ പോറ്റിയിരുന്നത്. അങ്ങനെ ക്രിസ്മസ് കാലം വന്നെത്തി. അക്കാലത്ത് ആ പ്രദേശങ്ങളിൽ പ്രചരിച്ചിരുന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. ക്രിസ്മസ് നാളുകളിൽ ദൈവദൂതൻ കുട്ടികളുടെ വീടുകൾ രാത്രികാലങ്ങളിൽ സന്ദർശിക്കുകയും ആ വർഷം മുഴുവൻ നല്ല കാര്യങ്ങൾ ചെയ്ത, അതായത് മാതാപിതാക്കളെ അനുസരിക്കുന്ന നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്ത കുട്ടികൾക്ക് ആരും അറിയാതെ അവരുടെ വീടിന് പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഷൂസുകളിൽ സമ്മാനങ്ങൾ വച്ചിട്ട് പോകുമെന്നും, അതല്ല ഒരു കുട്ടി ചീത്ത കാര്യം ആ വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവദൂതന് പകരം സാത്താൻ വീടുകൾ സന്ദർശിക്കുമെന്നും, കുട്ടികളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലിൻ കഷ്ണങ്ങളും തലയോട്ടികളും മറ്റും വച്ചിട്ട് പോകുമെന്നും. ആ വർഷം ആട്ടിടയൻ്റെ മകൻ ഒരു കൂട്ടുകാരനുമായി നിസ്സാരമായ കാര്യത്തിന് വഴക്കിട്ടിരുന്നു. സ്വന്തം കൂട്ടുകാരിൽ നിന്നും ഇത്തരം കഥകൾ കേട്ട കുട്ടിയുടെ ഉള്ളിൽ ഭയം വളരുകയും ക്രിസ്മസ് ദിനം അടുത്തു വരുന്തോറും അവൻ കൂടുതൽ ദുഃഖിതനും ക്ഷീണിതനുമായി വന്നു. മറ്റു കുട്ടികൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഓരോ കഥകൾ മെനഞ്ഞ് അവനെ കൂടുതൽ ഭയപ്പെടുത്തുകയും ചെയ്തു. ആ നാട്ടിൽ ഒരു വൈദികനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നിക്കോളസ് എന്നായിരുന്നു. അദ്ദേഹം ഒരു സമ്പന്ന കുടുംബാംഗമായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് തൽപരനായ നിക്കോളസ് തന്നാലാകും വിധം പാവങ്ങളെ സഹായിച്ചിരുന്നു. ഒരു ദരിദ്ര കുടുംബത്തിന് രാത്രികളിൽ ആരും അറിയാതെ ജനാലകൾ വഴി സ്വർണ്ണ നാണയങ്ങൾ ഇട്ടുകൊടുത്ത് ആ കുടുംബത്തിലെ 3 പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ നിക്കോളാസ് ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു. പിന്നീട് സഭയിലെ വൈദികനായി മാറിയ നിക്കോളാസ് തൻ്റെ സേവനങ്ങൾ തുടർന്നു പോന്നു. അങ്ങനെയിരിക്കെ യാദൃച്ഛികമായി നമ്മുടെ കുട്ടിയെ കാണാനിടയായ നിക്കോളാസ് കാര്യം ധരിക്കുകയും അവൻ്റെ വിഷമം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി നിക്കോളാസ് സമ്മാനങ്ങളുമായി ആരും അറിയാതെ ആ കുട്ടിയുടെ വീട്ടിലെത്തുകയും വീടിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന ഷൂസിനുള്ളിൽ സമ്മാനങ്ങൾ വയ്ക്കുകയും ചെയ്തു. ആരും തിരിച്ചറിയാതിരിക്കാൻ ചുവന്ന നീണ്ട കുപ്പായവും കോണിൻ്റെ ആകൃതിയിലുള്ള നീണ്ടു ചുവന്ന തൊപ്പിയും വച്ചാണ് നിക്കോളാസ് വന്നത്. ആരും കാണാതെ തന്നെ മടങ്ങുകയും ചെയ്തു. പക്ഷേ ഈ സമയം അത്രയും ഉറക്കം വരാതെ പേടിച്ചിരുന്ന ആട്ടിടയ ബാലൻ ഇത് കാണുകയും അത് ദൈവദൂതനാണെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേന്ന് അവൻ ഈ സന്തോഷ വാർത്ത ഓടി നടന്ന് മറ്റു കുട്ടികളോട് പറയുകയും അവർ അത്ഭുതപ്പെടുകയും ചെയ്തു. അങ്ങനെ കുട്ടികളെല്ലാം ദൈവദൂതനെ കാത്തിരിക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ നിക്കോളാസ് രാത്രികാലങ്ങളിൽ ഇതേ വേഷവും ധരിച്ച് തോളിലൊരു സഞ്ചി നിറയെ സമ്മാനങ്ങളുമായി കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചു. ആരും അറിയാതെ സമ്മാനങ്ങൾ നൽകി തിരിച്ചു പോരുകയും ചെയ്തു. ഒളിച്ചു നിന്ന് ദൈവദൂതനെ കണ്ട കുട്ടികൾ അദ്ദേഹത്തെ ക്രിസ്മസ് പപ്പ എന്ന് വിളിച്ചു. പിന്നീട് നിക്കോളാസ് റഷ്യ, ഗ്രീസ് എന്നീ രാജ്യങ്ങളിലെ പാട്രൺ സെയിൻറ്റ് എന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടു. ഏവർക്കും പ്രിയങ്കരനായി മാറിയ അദ്ദേഹം സെയിൻറ്റ് നിക്കോളാസ് എന്നറിയപ്പെട്ടു. ക്രിസ്മസ് കാലത്ത് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന പതിവ് അദ്ദേഹം തുടർന്നു പോന്നു. സെയിൻറ്റ് നിക്കോളാസ് ആണ് ആ ദൈവദൂതനായി വരുന്നത് എന്ന് പതിയെ ലോകം അറിഞ്ഞു തുടങ്ങി. അങ്ങനെ കുട്ടികൾ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം സാന്റാക്ലോസായി മാറി. സാന്റയുടെ കഥ നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് പ്രചരിക്കുകയും അദ്ദേഹം ഒരു ബിംബമായി മാറുകയും ചെയ്തു. ഇന്നും സാന്റാക്ലോസ് നമ്മളേവരുടെയും ഉള്ളിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 18-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.